സേതുചേട്ടൻ ആക്ച്വലി ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമകളിലായാലും ഇതിനു മുൻപേ റിലീസായിട്ടുള്ള ഫിലിംസിലായാലും മലയാളത്തിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ട് ചർച്ചയായിട്ടുള്ള ഒരുപാട് സിനിമകൾക്ക് വേണ്ടിയിട്ട് ആ ക്യാരക്ടേഴ്സിനെയൊക്കെ സ്കെച്ച് ചെയ്തിട്ടുള്ള ആളാണ്. ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എത്തി നിൽക്കുന്നത് ആടുജീവിതം വരെയാണ്. അപ്പോൾ ആടുജീവിതം തൊട്ട് അങ്ങ് പുറകോട്ടാണ് സേതുചേട്ടൻ നമുക്ക് സഞ്ചരിക്കേണ്ടത്. സോ സിനിമാ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് ഇത്രയും വലിയൊരു കലാകാരനെ കിട്ടിയത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് ഒരു ചെവിയും കൂടെ ഉണ്ടാക്കി തരാമോ? ഇവിടെ ആണെങ്കിൽ സേതുചേട്ടന്റെ അടുത്ത് വന്നപ്പോ നമ്മള് ലാലേട്ടന്റെ കൈയല്ലേ പറ, എന്തായിരുന്നു സംഭവം? അത് ഒരു സീക്രട്ട് ആണ്. മലയാള സാറിന്റെ രണ്ട് കൈയുടെയും മെഷർമെന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് സംഭവം. എന്തായാലും ഞാനൊരു ചെവി ഉണ്ടാക്കാൻ പോവാണ്, നിങ്ങൾക്ക് കാണാം അല്ലേ എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത്. ലെറ്റ്സ് ഗോ. അപ്പോൾ എൻ്റെ ചെവിയുടെ മുകളിലൊക്കെ സേതുചേട്ടൻ എടുത്തിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ചാറ്റിൻ്റെ ഇടയിൽ എന്തായാലും റെഡിയാകുമ്പോൾ വരുന്നതായിരിക്കും, കുറച്ച് സമയം എടുക്കും അതിന്. അപ്പോൾ മീൻ വരെ നമുക്ക് ചേട്ടനോട് ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ചേട്ടാ, ആടുജീവിതമാണ് ഇപ്പം കറൻ്റ്ലി ചേട്ടൻ്റെ ഒരു ഭയങ്കര ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റ്. അത് ആക്ച്വലി ഞാൻ സ്റ്റെഫി ചേച്ചിയുടെയൊക്കെ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ പറയുന്നുണ്ടായിരുന്നു, അതൊരു ലൈഫിലെ ഒരു ജേർണി ആയിരുന്നു. ആ ഒരു ലൈക്ക് ഓൾമോസ്റ്റ് ക്ലോസ് ടു 8 years ആയിരുന്നു ചേച്ചി അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുണ്ടായിരുന്നേന്ന്. ചേട്ടൻ്റെ ആടുജീവിതം ജേർണി ഒന്ന് പറയാമോ? ആടുജീവിതം ഏകദേശം 2018 സമയത്താണ് ബ്ലസ് സാറ് വിളിപ്പിച്ചത്. അവിടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് പറഞ്ഞ പോലെ ഭയങ്കര ഡീറ്റെയിലിങ്ങിൻ്റെ ആളാണ് അദ്ദേഹം. കൃത്യമായിട്ട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഈ ഡ്രസ്സിലൊരു ചെറുതായിട്ട് നമ്മുടെ ഒരു നൂല് പൊങ്ങിയിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പോലും അദ്ദേഹം വേണം. അത് കൃത്യമായിട്ട് കിട്ടണം, പുള്ളിയുടെ മൈൻഡിലുള്ള സാധനം കൃത്യമായിട്ട് കിട്ടണം. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിന് റെഫറൻസിനായിട്ട് പിന്നെ ഇദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്, ബ്ലസ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഏകദേശം നമ്മുടെ ഈ ഒരു ഏരിയയായിട്ട് ബന്ധപ്പെട്ട ഒറിജിനൽ ക്യാരക്ടർ നജീബ്, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുള്ളി സ്ഥലത്തിൻ്റെ ഒരു രീതിയും കാര്യങ്ങളും മനസ്സിലാക്കി. പിന്നെ ആ സമയത്ത് ഇവിടെയൊക്കെ നടന്നിട്ടുള്ള കല്യാണത്തിൻ്റെ മുസ്ലിം കല്യാണങ്ങളുടെയൊക്കെ ആൽബങ്ങൾ ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ റെഫറൻസുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല പിന്നെ ഈ ശരീരം അതിനകത്ത് അറിയാമല്ലോ, കഥ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, ശരീരം മെലിയുമ്പോഴുള്ളതും അതിന് മുമ്പുള്ള സംഭവം അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഡീറ്റെയിൽസ് അനാട്ടമിയൊക്കെ നോക്കിയിട്ട് അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ മേക്കപ്പിന് വേണ്ടിയിട്ടുള്ള സ്കെച്ചസ് അദ്ദേഹത്തിന് വേണ്ടി ചെയ്തത്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള. ചേട്ടാ, അപ്പം ഇത് ഈ നജീബ് എന്ന് പറയുന്ന ക്യാരക്ടർ കുറേ സ്റ്റേജസിൽ കൂടെ പോകുന്നുണ്ടല്ലോ. അതായത് വണ്ണം വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു മെലിയുന്നതിന് ഒരു മിഡിലായിട്ടുള്ള ഒരു എക്സ്ട്രീം മെലിയുന്നതുകൊണ്ട്. അപ്പം ബ്ലെസി സാർ ഇങ്ങനെ ഡീറ്റെയിലിങ്ങും കൂടെ വേണ്ടിയുള്ള ഒരു ഡയറക്ടർ ആകുമ്പോൾ ചേട്ടന് എത്ര തവണ ഏതെങ്കിലും ഒരു സംഭവമൊക്കെ റീവർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. കുറേ പുള്ളിയുടെ മനസ്സിലുള്ള സാധനം കിട്ടുന്ന പോലെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് പുള്ളി ഇവിടുന്ന് പോകുമ്പോൾ ഉള്ളൊരു നോർമൽ ലുക്ക് മുതൽ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ വരെയുള്ള ലുക്കുകളാണ് നമുക്ക് മെയിനായിട്ട്. പിന്നെ ആ സമയത്തുള്ള കോസ്റ്റ്യൂമിനെ ഏകദേശം കോസ്റ്റ്യൂമിൻ്റെ അതെല്ലാം അദ്ദേഹം തന്നെ ഡിസൈഡ് ചെയ്ത് ഓരോന്ന് പറയാതനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ കൂടെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മേക്കപ്പ് രഞ്ജിത്തമ്പാടി ചേട്ടനാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്രോസ്റ്ററ്റിക്സ് പീസ് വർക്കുകൾ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ പീസസ്, ഇതിലേക്ക് മാർക്കുകൾ, കുറേ കാര്യങ്ങൾ. പിന്നെ അതിനകത്തെ ഒരു മെയിൻ ഒരു സംഭവമുണ്ട്, അതൊക്കെ കുറച്ച് പരിപാടികളൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് കൺസെപ്റ്റും ചെയ്തു കൊടുക്കാൻ പറ്റി, പ്രോസ്റ്ററ്റിക്സിനുള്ള മേക്കപ്പിനുള്ള പീസുകൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ 2018 തൊട്ട് ചേട്ടന് എത്രമാത്രമായിരുന്നു ഈ ഒരു ജേർണി ഉണ്ടായിരുന്നത്? ലൈക്ക് എത്ര വർഷം ചേട്ടൻ ഈ ഒരു പ്രോജക്റ്റിന്റെ കൂടെ ഉണ്ടായിരുന്നു? അത് ഈ 2018 മുതൽ പിന്നെ ആ ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ ഏകദേശം ആ ടൈം വരെ ഇടയ്ക്കിടയ്ക്കായിട്ട് വർക്ക്. അപ്പം ഞാൻ ശ്രീകുമാർ മേനോൻ സാറിൻ്റെ അടുത്തായിരുന്നു ആ സമയത്ത്. അവിടെ കുറച്ച് വർക്കുകളോട്ട് ബന്ധപ്പെട്ട് അവിടെയായിരുന്നു. ആ സമയത്തൊക്കെ ബ്ലസ് സാറ് വിളിക്കുന്ന സമയത്ത് പോയി എൻ്റെ വർക്കുകൾ ചെയ്ത് കൊടുക്കും. അപ്പം അങ്ങനെ കുറച്ച്, അതായത് ഏകദേശം ഷൂട്ട് തുടങ്ങുന്ന ടൈമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ 2018, 19, 20 അങ്ങനെ ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു എൻ്റെ വർക്കുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ചേട്ടാ, പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടനെ ഇത്രയും മെലിഞ്ഞ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. രാജുവേട്ടൻ പറയുന്നത് ഇനി നിങ്ങൾ ഇങ്ങനെ കാണുകയില്ല എന്നാണ്. കാരണം ഇത്രയും ഒരു ബോഡീനെ ട്രോമറ്റൈസ് ചെയ്യുന്നൊരു ഇതിനകത്തേക്ക് ഇനി പോകത്തില്ല എന്ന് അദ്ദേഹം തന്നെ പ്രസ് മീറ്റിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പം
ചേട്ടൻ ഇത് സ്കെച്ച് ചെയ്യാൻ നേരം ചേട്ടന് തോന്നിയിരുന്നു അയ്യോ ഇത്രയും മെലിഞ്ഞ് എങ്ങനെയാണ് അദ്ദേഹത്തിന് പറ്റുമെന്നുള്ളൊരു തോട്ട് ചേട്ടൻ എപ്പോഴും പോയിട്ടുണ്ടായിരുന്നോ? തോന്നി, പക്ഷേ എങ്കിലും നമ്മൾ ഏകദേശം നമുക്കൊരു ഊഹം ഉണ്ടല്ലോ. ഇപ്പം കൺസെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധിക്കകത്ത് നിർത്തിക്കൊണ്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആർട്ടിസ്റ്റിനെയോ അല്ലെങ്കിൽ ഡയറക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര എക്സ്ട്രീം ലെവൽ സാധനം ചെയ്യാൻ പറ്റും. പക്ഷേ അത് വർക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ സ്കെച്ചസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അവർ നമുക്ക് കൃത്യമായിട്ടൊരു ഇപ്പം നമുക്ക് ഇന്ന ആർട്ടിസ്റ്റിന് ഇത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലാണെങ്കിലോ അല്ലെങ്കിൽ ടോൺ ആണെങ്കിലോ അതൊക്കെ എത്ര ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചൊരു ധാരണ ഉള്ളതുകൊണ്ട് നമുക്ക് അതനുസരിച്ചിട്ട് അപ്പോൾ ഓവറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സ്കെച്ചിനകത്ത് ഉൾപ്പെടുത്താറുള്ളൂ. ഞാൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് പിന്നെ ഞാൻ ഈ നാട്ടിലുള്ള ഒരു ഭയങ്കര മെലിഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടനെയൊക്കെ പോയി എങ്ങനെയൊക്കെയാണ് മെലിഞ്ഞ് കവിള് അല്ല നെഞ്ച് ഒക്കെ ഉണങ്ങി കഴിയുമ്പോൾ എത്രത്തോളം ബോണ് കാണാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏകദേശം പുള്ളിയുടെ ആ ഒരു ലാസ്റ്റ് സ്റ്റേജിൻ്റെയൊക്കെ അടുത്ത് വരുന്ന ഒരു ചേട്ടൻ ഇവിടെ ഉണ്ട്. ഏകദേശം പുള്ളിയുടെ ഫീച്ചർ അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ പോയി റെഫർ ചെയ്തിട്ടൊക്കെയാണ് സ്കെച്ച് ചെയ്തതല്ലേ. ഓക്കെ. അപ്പം ഇത് ഈ സ്കെച്ച് ചെയ്യാൻ നേരം ചേട്ടന് നടന്മാരെ നേരിട്ട് കാണുകയും അവരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്യേണ്ട ആവശ്യം വരാറുണ്ടോ? ഇപ്പം ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്, ഫോട്ടോസൊക്കെ ഇഷ്ടംപോലെ കിട്ടും. പിന്നെ മൂവി നോക്കുമ്പോൾ തന്നെ അറിയാം. നമുക്ക് ഒരുപാട് മൂവീസ് എടുത്തിട്ട് അവർ എക്സ്പ്രഷൻസും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടാണ് നോർമലി കൺസെപ്റ്റ് ആർട്ട് ചെയ്യുന്നത്. ഒരുപാട് പടങ്ങൾ ചിലർക്കൊക്കെ സ്കെച്ച് ചെയ്യുന്നതിന് ഉപരി ചില ഇമോഷണൽ സംഭവങ്ങൾ ഇപ്പം ഒരു പാവപ്പെട്ട ദരിദ്രനായിട്ടുള്ള ആക്ടർ ആകണം, ഒരു സിറ്റുവേഷനാണ് ആ ആക്ടർക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ എക്സ്പ്രഷനൊക്കെ നോക്കി കേട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ നജീബ് എന്ന് പറയുന്ന ക്യാരക്ടറെ ചേട്ടന് ബ്ലെസ്സി സാർ പറഞ്ഞു തന്നപ്പം എങ്ങനെയായിരുന്നു അത്? ചേട്ടന് സ്കെച്ച് ചെയ്യാനായിട്ട് ഒബ്വിയസ്ലി പറഞ്ഞു തരണമല്ലോ, ഇങ്ങനെയാണ് അദ്ദേഹം പോയ കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ചേട്ടാ ആ ഒരു പ്രോസസ്സ്, ചേട്ടൻ നജീബിനെ മനസ്സിലാക്കിയ രീതി? ഞാൻ ഈ ബ്ലെസ്സിൻ്റെ അടുത്ത് ഞാൻ ഓൾറെഡി നോവല് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു അറിവേ ഉണ്ടായിരുന്നുള്ളൂ സത്യത്തിൽ. പിന്നെ ബുക്ക് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും തുടക്കവും ഒക്കെ ആയിട്ട് കുറച്ച് വായിച്ചിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ പ്രോജക്റ്റ് വന്ന ശേഷമാണ് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ആ ബുക്ക് ഇരുന്ന് വായിച്ചത്. അപ്പോൾ അതിനെ നമുക്ക് അത്ര ആ ഒരു ഫ്രഷായിട്ട് തന്നെ അതിൻ്റെ ഫീല് മുമ്പ് വായിച്ചതിനേക്കാളും ഒക്കെ ഭയങ്കരമായിട്ട് ഒരു ഫീൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബ്ലെസ്സി സാറിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും കൂടെ പറഞ്ഞപ്പോഴേക്കും കൃത്യമായിട്ടുള്ള ഒരു രൂപം നമുക്ക് മനസ്സിലും തോന്നും. പിന്നെ സാറിൻ്റെ രീതിയിൽ പറയും, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയും. അപ്പോൾ അതും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു റിസൾട്ടായിട്ട്. പിന്നെ രഞ്ജിത്തേട്ടൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ചേട്ടൻ്റെ സ്ഥലത്തിരുന്നിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ട കൗതുകപരമായിട്ടുള്ള കാര്യങ്ങൾ, ലാലേട്ടൻ്റെ കൈ, ലാലേട്ടൻ്റെ എന്താ മുഖത്തിൻ്റെ എന്താ ചേട്ടാ പറയുന്നതിന് ഇംപ്രഷനോ, ഇംപ്രഷൻ, ബാബുരാജൻ്റെ ഇംപ്രഷൻ, പിന്നെ കുറേ തമിഴ് നടന്മാർ അങ്ങനെ ആരോഗ്യം കുറേ ആൾക്കാരുടെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, പിന്നെ വിരലുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. അപ്പം ഇത് നമ്മൾ മലയാളികൾക്ക് ഇപ്പം ഈ ക്യാരക്ടർ കോൺസെപ്റ്റ് ഡിസൈനർ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമേ നമുക്ക് വളരെ പുതിയതായിട്ടുള്ളൊരു സംഭവമാണ്. ആൻഡ് പ്രോസ്തെറ്റിക് മേക്കപ്പ് ഒക്കെ ഇപ്പോഴാണ് ഭയങ്കര ഫേമസ് ആയിട്ട് ഇപ്പോഴത്തെ ഒട്ടുമിക്ക സിനിമകളിലും ഉണ്ട്. അപ്പം ചേട്ടൻ എങ്ങനെയാണ് ഇതിനകത്തേക്ക് വരുന്നത്? അത് പറയുന്നതിന് മുമ്പേ ആദ്യം സൂര്യ ടി വിക്ക് ഒരു നന്ദിയുണ്ട്. കാര്യം വെച്ചാൽ എനിക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ വന്നത് സൂര്യ ടി വി ആയിരുന്നു. അതിൻ്റെ സുഹൃത്ത് ബിച്ചു, അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നത്. അന്ന് ഞാൻ ശ്രീപട്ടൻ ഋഷികയ്ക്ക് വേണ്ടിയിട്ടാണ് സ്കെച്ചുകൾ ആദ്യമായിട്ട് ചെയ്തു തുടങ്ങുന്നത്. അത് ഏകദേശം എനിക്ക് തോന്നുന്നു 2012 സമയത്തൊക്കെയാണ് ആദ്യത്തെ സ്കെച്ചൊക്കെ ചെയ്യുന്നത്. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വരുന്ന 2014 ദർബോണി എന്ന് പറഞ്ഞ മൂവിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം കൺസെപ്റ്റ് ആർട്ടിസ്റ്റ് എന്നുള്ള വേർഡ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതിൽ നിന്നാണ് പിന്നീട് നമുക്ക് മൂവീസിലൊക്കെ കൺസെപ്റ്റ് ആർട്ടിസ്റ്റ് നമുക്കൊരു സ്പേസ്, ഒരു ഹിസ്റ്ററി പോലെ, അതായത് അങ്ങനൊരു ക്രെഡിറ്റ്സിൽ അങ്ങനെ ഒരു പേര് ഫസ്റ്റിലായിട്ട് മലയാളത്തിൽ ആഡ് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് ചേട്ടൻ വർക്ക് ചെയ്ത കൺസെപ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത സിനിമ ഏതായിരുന്നു? ആദ്യമായി ഞാൻ അർദ്ധനാരിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അധികം നമുക്ക് അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയല്ല. പക്ഷേ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ദർബോണി എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് മൂവിക്ക് വേണ്ടിയിട്ടായിരുന്നു കുട്ടേട്ടൻ്റെ. പക്ഷെ എന്നാലും ചേട്ടാ അർദ്ധനാരിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ തിലകൻ സാറിനൊക്കെ അങ്ങനെ പെൺവേഷം കെട്ടിയിട്ടും അതുപോലെ തന്നെ മനോജേട്ടനെയൊക്കെ ആ ഒരു ഇല്ല. പക്ഷെ അതിനകത്ത് നമ്മൾ ഡയറക്ടർ സന്തോഷ് തോപ്പണ്ണി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ ടൈറ്റിൽ ഗ്രാഫിക്സ്
പിന്നെ അതിൻ്റെ കുറച്ച് പ്രീ വർക്കുകളിലൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ആർട്ടായിട്ട് ചെയ്തല്ല, അന്ന് ആ കൂട്ടത്തിൽ നമ്മൾ പോസ്റ്റർ പോലൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. അതാണ് ഫസ്റ്റിലെ മൂവിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ടുള്ള സംഭവം. പക്ഷെ അത് കൺസെപ്റ്റ് ആർട്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് വരുന്നത് ദർബോണി എന്ന് പറഞ്ഞ മൂവിക്കകത്താണ്. ഓക്കെ. ഇപ്പം പട്ടണം റഷീദിക്കയുടെ കൂടെയാണ് തുടങ്ങിയതെന്ന് പറഞ്ഞല്ലോ. ലൈക്ക് ചേട്ടന് ഇപ്പം കൺസെപ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമേ അന്ന് അങ്ങനെ ഇല്ല. അപ്പൊ ചേട്ടൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ഓഫ് ചെയ്തത്? ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നോ? ഇല്ല, ഞാൻ ബേസിക്കലി ആർട്ടിസ്റ്റാണ്. അപ്പം കൂട്ടത്തിൽ ഈ കൺസെപ്റ്റ് ആയിട്ട് താല്പര്യമുള്ള സംഭവമാണ്. എനിക്ക് ആദ്യമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന മഹാഭാരതത്തിൻ്റെ കാര്യം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം 2-ാം മൂഴം വരുന്നതൊക്കെ ഞാനിങ്ങനെ നേരത്തെ മുതലേ കേൾക്കും. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിനകത്തൊക്കെ ലുക്കുകളൊക്കെ ഇങ്ങനെ വരച്ച് ലാൽ സാറിൻ്റെ ഭീമനായിട്ടൊക്കെ വരയ്ക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും പല കൺസെപ്റ്റ് ആൾക്കാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മൂവിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റഷീഖിൻ്റെ അടുത്ത് എത്തിച്ചെല്ലണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. റഷീഖാണ് ചെയ്യാൻ പോകുന്ന ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അത് പുള്ളിയുടെ അടുത്ത് എത്തപ്പെട്ടു. അങ്ങനെ ആദ്യമേ നമ്മൾ പെൻസിൽ സ്കെച്ചുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവിടുന്ന് അത് മാറിയിട്ട് പിന്നെ അത് ഡിജിറ്റലിലോട്ട് വരികയൊക്കെ ചെയ്ത് ഫസ്റ്റ് അങ്ങനെയാണ് പുള്ളി എടുത്തെത്തപ്പെടുന്നത് ഈ ദർബോണി മുതലെയാണ്. അപ്പം പുള്ളി ഒരു പ്രാവശ്യം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കുട്ടാട്ടനെ ഒരു 85 വയസ്സുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് വേണം എന്ന് പറഞ്ഞു. അപ്പം അവിടെ നിന്നാണ് സ്കെച്ച് തുടങ്ങുന്നത്. ഇപ്പം നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂയുടെ ഈ ഒരു ഫ്രെയിമിലായാലും നിങ്ങൾക്ക് കാണാം, ഇവിടെ സേതുചേട്ടൻ്റെ പുറകിലിരിക്കുന്നത് ബാറോസിലെ നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്. ആൻഡ് ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ ഒരു കംപ്ലീറ്റ്ലി ലാലേട്ടൻ ടച്ചാണ്. ലാലേട്ടൻ്റെ കൈയുണ്ട്, ഫേസ് ഇംപ്രഷൻ ഉണ്ട്, ലാലേട്ടനായിട്ട് ഇരിക്കുന്ന ഒത്തിരി അധികം പിക്ചേഴ്സ് ഉണ്ട്. അപ്പം ലാലേട്ടനായിട്ടുള്ള ഒരു അസോസിയേഷൻ പിന്നെ എത്ര നാളുള്ള ബന്ധം ചേട്ടാ? സാറിന് ഒടിയൻ തൊട്ട് അറിയാം. അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളിക്ക് വേണ്ടി വർക്ക് സ്കെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലിജേറ്റിന് വേണ്ടിയിട്ട് സ്കെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പുള്ളിയുടെ പേഴ്സണൽ മേക്കപ്പ് ഉണ്ട്, പുള്ളിക്ക് വേണ്ടി സ്കെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു മറ്റേ മേജർ ഓഫീസറിൻ്റെ ഒരു മൂവിയുണ്ട്, അതിന് വേണ്ടിയിട്ട് ചെയ്തായിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഒടിയന് വന്നത്. ഒടിയന് ഫസ്റ്റ് ലുക്ക് ഞാനല്ല ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ ഒരു ഫാൻ മെയ്ഡ് ചിത്രം കണ്ടിട്ട് ശ്രീകുമാർ സാറ് വിളിക്കുകയായിരുന്നു. അതേ സെയിം ടൈമിൽ തന്നെ എന്നെ അതിനകത്തെ ലാൽ സാറിൻ്റെ അച്ഛൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചെയ്യാൻ വേണ്ടി ആർട്ട് ഡയറക്ടർ സന്തോഷ് രാമനും സെയിം ടൈമിൽ വിളിച്ചത്. ഞാനത് എങ്ങനെ ലിങ്ക് എനിക്ക് അറിഞ്ഞുകൊണ്ട് അവർ രണ്ട് രീതി വിളിച്ചായിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സാറ് പറഞ്ഞു ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പുള്ളിയെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഞങ്ങളതിൻ്റെ പോസ്റ്റേഴ്സ് എല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. പോസ്റ്റേഴ്സ് പിന്നെ എൻ്റെ ടൈറ്റിൽ ഗ്രാഫിക്സ് അതൊക്കെ നമ്മുടെ ഒരു ടീമുണ്ട്, ഞങ്ങളെല്ലാം കൊണ്ട് ചെയ്തത്. ഈ ഒടിയൻ എന്ന് പറയുന്ന സിനിമയിൽ ലാലേട്ടൻ ചെയ്ത ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര ഒരു ടോക്ക് ഇൻ ടൗൺ അല്ലെങ്കിൽ ഒരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു ആ സമയത്ത്. അതായത് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് അത്രയും പ്രായം കുറഞ്ഞൊരു പയ്യനായിട്ട് നമ്മൾ ലാലേട്ടൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. അപ്പം ചേട്ടനായിരുന്നു അതൊക്കെ വരച്ച് ഇങ്ങനെ ഒരു ലുക്ക് വേണം എന്നൊക്കെ ഉള്ളത്? ഇല്ല, ഞാൻ ഫസ്റ്റ് ലുക്ക് വേറെ ആരോ ആണ് ഒടിയൻ്റെ ഫസ്റ്റ് ലുക്ക് ചെയ്തിരുന്നത്. അതിനകത്തെ രണ്ടാമതൊരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ മറ്റേ തീ പിടിച്ചിട്ട് ശേഷമുള്ള സംഭവം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു മിഡ് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റിലത്തെ സംഭവം ഇറങ്ങിയ ശേഷം ഒറ്റ ഇമേജ് ഇറങ്ങിയിട്ടുള്ളായിരുന്നു. അതിനുശേഷം ഫാൻസിനും എല്ലാവർക്കും ഇതെന്താണ് എങ്ങനെയാണ് ഇനി അടുത്ത എന്താണെന്ന്. അപ്പം ഞാൻ ആ സമയത്ത് അതിൻ്റെ വേറൊരു ആക്ഷൻ പോസ് ഒരു സാധനം ജസ്റ്റ് ഇൻ്റർനെറ്റിൽ ഫേസ്ബുക്കിൽ ചെയ്തിട്ട് അത് ഭയങ്കരമായിട്ട് കയറി വൈറലായി. ബസ്സിലൊക്കെ ആൾക്കാരൊക്കെ പോസ്റ്റർ മറ്റേതുണ്ടല്ലോ സ്റ്റിക്കർ, അപ്പം അങ്ങനെ അതൊക്കെ അടിച്ച് ഭയങ്കര അങ്ങനെ സാർ അത് അറിഞ്ഞിട്ട് ലീച്ചറിനാന്ന് തോന്നുന്നു സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ ലാൽ സാറിനൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് വിളിപ്പിച്ചത്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലാൽ സാറുമായിട്ട് ഒരു കണക്ഷനായി. പിന്നെ സാറ് തന്നെ ബറോസിനെ വിളിപ്പിച്ചു. അങ്ങനെ അങ്ങനെ ചേട്ടൻ ഒരു ഡൈ ഹാർഡ് ലാലേട്ടൻ ഫാൻ ആണോ? അടിപൊളി. ഈ ബാറോസിലപ്പം നമുക്ക് പോലും അറിയാത്ത ഒരുപാടധികം വിശേഷങ്ങൾ അറിയാവുന്ന ഒരാളാണ്. പക്ഷെ അത് ചോദിച്ചാൽ പറയത്തില്ലല്ലോ അല്ലേ? പറയാന്ന് വെച്ചാല് ചെറിയ 1-2 സാധനങ്ങളൊക്കെ പറയാൻ പറ്റും. ലാൽ സാറിന്റെ ഒരു കഷ്ടപ്പാടിനെ തന്നെ ഈ കോസ്റ്റ്യൂം കണ്ടോ? ഈ കോസ്റ്റ്യൂം തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം 6-7 കിലോയ്ക്ക് മേലെ വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റാ. നമുക്ക് കൈവച്ച് എടുത്ത് പൊക്കാൻ തന്നെ നല്ല വെയിറ്റ് ഉള്ളത്. ഇത് വിട്ടിട്ടാണ് പുള്ളി സ്റ്റണ്ട് ചെയ്യുകയും അതൊക്കെ ചെയ്യുന്നത്. ഭയങ്കര സമ്മതിച്ചു കൊടുക്കുക. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഇല്ല, കൊറോണ പടർന്നു പിടിക്കുന്ന സമയമാണ്, ഭയങ്കര ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്താണ് പുള്ളി ഈ ഒരു കഷ്ടപ്പാട് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ചേട്ടൻ കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു തന്നപ്പോൾ ഞാൻ കണ്ടൊരു സംഭവമായിരുന്നു, വാലിബന്റെ കമ്മലും ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ കഥ എന്ന് പറയുമോ ചേട്ടൻ നമ്മളായിട്ട്? വാലിബന്റെ കമ്മല് എൻ്റെ അച്ഛനാണ് വാലിബന്റെ കമ്മല് സംഭവം ചെയ്തത്. അതിനകത്ത് സിനിമയ്ക്ക് അത്യാവശ്യം പ്രാധാന്യമുള്ള ഒരു അച്ഛനും മകനും ഒരേ കാണിക്കുന്നത്. അത് ലാൽ സാറിന്റെ പേഴ്സണൽ കോസ്റ്റ്യൂമർ മുരളിച്ചേട്ടനെ അറിയോ? മുരളിച്ചേട്ടൻ
അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇതുപോലെ അദ്ദേഹത്തിന് അറിയാം, അച്ഛന് ഗോൾഡ് സ്മിത്താണ് സംഭവം അറിയാമായിരുന്നു. അപ്പം പുള്ളി വിളിച്ചിട്ട് ഇതുകൊണ്ട് കാര്യം പറഞ്ഞ് ഇതുകൊണ്ട് കമ്മൽ വേണം, ഡയറക്ടർ സാറും പിന്നെ സുജിത്ത് കോസ്റ്റ്യൂമർ അവരും കൂടെ പറഞ്ഞ് ഇതുകൊണ്ട് കമ്മൽ ചെയ്യേണ്ട കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ ഓൾറെഡി എന്തോ ഒരു സംഭവം ചെയ്ത് അത് വർക്കൗട്ട് ആകാത്തതുകൊണ്ട് ഇത് ഒറിജിനൽ ഒരു റഫ് ലുക്കിലുള്ള ഒരു സംഭവമാണ് വേണ്ടത്. എന്താ പറയുന്നത് ഇതില് ഓർണമെന്റിന് എന്താ പറയുന്നത്? കമ്മലിന് തന്നെയാണ്. കമ്മൽ തന്നെ. അപ്പൊ ചേട്ടാ അത് എന്ത് മെറ്റലായിരുന്നു ആ കമ്മല്? അത് വെള്ളിയിലാണ് ചെയ്തത്. വെള്ളിയിലാണ് ചെയ്തത്. നടുക്കുള്ള പിങ്കോ റെഡോ ഒരു സ്റ്റോണോ ഉണ്ടല്ലോ. അത് ഒന്ന് ഒരു ഓറഞ്ച് കളർ പിന്നെ ഒരെണ്ണം റെഡ് വരുന്നു. ചേട്ടൻ ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് ആവണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇതില് സിനിമയിലേക്ക് വന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്തെങ്കിലും ചേട്ടൻ അഭിനയിച്ചിട്ടോ അങ്ങനെ ഉണ്ടോ ഇതിനു മുമ്പ്? ഞാൻ ചെറുതായിട്ടൊക്കെ ചിലയിടത്തൊക്കെ പോകുമ്പോഴേക്കും കുഞ്ഞ് സംഭവങ്ങളൊക്കെ അഭിനയിക്കാറുണ്ട്. ഞാൻ ഫസ്റ്റിലെ ഞാൻ നമ്മുടെ യുഗപുരുഷൻ മൂവി ഉണ്ട്, യുഗപുരുഷൻ. അതിനകത്ത് ലൊക്കേഷൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ലൊക്കേഷൻ കാണണം എന്നുള്ള ആഗ്രഹമായിട്ട് നമ്മുടെ നെക്കാർഡ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ കൂടെ പഠിച്ചത്. അപ്പം അതിന് ആഗ്രഹം പറഞ്ഞ് പുള്ളിക്കാരൻ അവിടെ കൊണ്ടുപോയി. അങ്ങനെ ചെറുതായിട്ട് ഫസ്റ്റിലെ അതിനകത്ത് ചെറുതായിട്ട് അഭിനയം. അവിടെ വെച്ച് സന്തോഷ് സുബ്രഹ്മണ്യം എന്നൊരു ഡയറക്ടറുണ്ട്, പുള്ളിയോട്ട് ഒരു പരിചയം ഉണ്ടായി. അവിടെ നിന്നാണ് സിനിമയോട്ടൊരു എൻട്രി കിട്ടിയത്. ചേട്ടൻ ഇപ്പൊ ഇത്രയധികം ഫിലിംസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് സിനിമയിലെ ഏത് ക്യാരക്ടർ സ്കെച്ച് ചെയ്യാനാണ് ഒരു ഇത്തിരി എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ഇച്ചിരി പാടായിട്ട് തോന്നിയത്? ചെയ്യുന്ന വർക്കിനകത്ത് എല്ലാം എഫേർട്ട് ഉള്ളതാണ്. പക്ഷേ എനിക്ക് ഇച്ചിരി ടാസ്കായിട്ട് തോന്നിയിട്ടുള്ളത് ബറോസാണ്. അതിന് കാര്യമുണ്ട്. കാരണം വെച്ചാൽ അത് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാം ലെജൻസാണ്. അത്യാവശ്യം ജിജോ സാറിൻ്റെ കൂടെ സ്കെച്ച് ചെയ്യാനായിട്ട് ഇരുന്ന സമയത്ത് തന്നെ ലാൽ സാറ്, ജിജോ സാറ്, പിന്നെ സന്തോഷ് രാമൻ, പിന്നെ ക്യാമറമാൻ സന്തോഷ് സാർ, ഇവരെ എല്ലാവരെയും ഇഷ്ടപ്പെട്ടിട്ട് വേണം അപ്രൂവ് ആവേണ്ടത്. അത് ഭയങ്കര ഒരു ടാസ്ക്കായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ടാസ്കി ആയിട്ട് തോന്നിയിട്ടുള്ളൊരു സംഭവം ബറോസാണ്. ലാൽ സാറ് നല്ല കൃത്യമായിട്ടുള്ള കുറച്ച് പുള്ളിയുടെ ലുക്കിനെ കുറിച്ചൊരു ധാരണ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് പിന്നെ ജിജോ സാറ് കൃത്യമായിട്ടുള്ള റെഫറൻസുകൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് ജീവിതത്തിൽ കണ്ടത്. കാരണം വെച്ചാൽ ജിജോ സാറ് അറിയാമല്ലോ, പുള്ളി ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു ലെജൻഡായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ബ്ലസ്സാൻ്റെ കാര്യം പറഞ്ഞ പോലെ ഭയങ്കര ഹെവി ഡീറ്റെയിലിങ്ങിൻ്റെ ആളാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇത്തിരി ടാസ്കിയാണ്. നന്നായിട്ട് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബറോസിൻ്റെ സംഭവം. ഇപ്പം കാണുമ്പോൾ ഒരു പക്ഷേ ഇത്ര ഉള്ളായിരുന്നോ എന്നൊക്കെ തോന്നും. പക്ഷേ ഇതിനകത്തുള്ള ചലഞ്ചിങ് എന്ന് പറയുന്നത് ഇത്രയും മെയിനില്ല, ഇത്രയും ആൾക്കാരെ നമ്മളതൊന്ന് കൺവിൻസ് ചെയ്ത് കൊണ്ടുവരണം. അതാണ് ഏറ്റവും വലിയ സംഭവം. ഇപ്പോൾ ബ്ലെസ്സി സാറ് ഭയങ്കര സ്പെസിഫിക്കേഷൻ ഉള്ളൊരു ഡയറക്ടറാണെന്ന് പറഞ്ഞല്ലോ. ലാലേട്ടൻ ആസ് എ ഡയറക്ടർ എങ്ങനെയാട്ടാ? ലാലേട്ടൻ നല്ല ഇപ്പം എന്താ പറയുന്നത്, എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഡയറക്ഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും പുള്ളിയും ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ കാര്യത്തിലും ഭയങ്കര ശ്രദ്ധയാണ്. ഇപ്പം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് പോലും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ അദ്ദേഹം ഇതെല്ലാം ഭയങ്കര ശ്രദ്ധിക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് ശ്രദ്ധയാണ് ഞാൻ മെയിനായിട്ട് കണ്ടിട്ടുള്ളത്. പുള്ളി അത്ര ആക്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ ഡയറക്ഷൻ മാത്രമല്ല, സാധാ ഒരു സിനിമയല്ല ബറോസ്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു ഫാന്റസി മൂവിയാണ്. ഞാനാണെങ്കിൽ ഇവിടെ വന്നപ്പം ബാറോസിലെ ലാലേട്ടൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു രൂപം ഇവിടെ 3D പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇവിടെ 3D പ്രിന്റ് കാണുന്നത് തന്നെ. അപ്പൊ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് അതും കാണിക്കാം. പിന്നെ ചേട്ടൻ ഓഡിയൻ ലോക്കേറ്റൊരു സംഭവം അതും കൂടെ നമ്മളൊന്നും കാണിക്കാവോ ചേട്ടാ? ഇത് ബാറോസിന്റെ 3D പ്രിന്റ് ആണ്. ജസ്റ്റ് സാമ്പിൾ ആണ്, ചെറിയൊരു മിനിയേച്ചർ രൂപമാണ്. കണ്ടോ ഗൈസ്, ഇതിനകത്ത് ഇങ്ങനെ മറ്റേ ഇങ്ങനെ പ്രിന്റിംഗ് ആണ് സംഭവം. 3D മോഡൽ, പിന്നെ അത് പ്ലാസ്റ്റിക്കിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ടെക്നോളജി അല്ലേ? ഇതപ്പോ എന്തിനാ ചേട്ടൻ ഈ ഒരു സംഭവം കോസ്റ്റ്യൂം ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ? അത് മൂവിയുടെ ഒരു ചെറിയൊരു പർപ്പസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് കാര്യമുണ്ട്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ള ഇത് ഞാൻ പറഞ്ഞില്ല, അച്ഛൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒടിയന്റെ സമയത്ത് ഒരു മാർക്കറ്റിങ്ങിന്റെ കാര്യത്തിനായിട്ട് ചെയ്തിട്ടുള്ള ഒരു ലോഗറ്റ്. ആ ഫോണിന്റെ അദ്ദേഹം അത് ചെയ്തെടുത്ത കയ്യിൽ കുത്തിയെടുത്തിട്ടുള്ള ഒരു ഇത് അപ്പൊ ഈ മാല ആർക്കും ഗിഫ്റ്റ് കൊടുത്തതോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ? ഇതിന്റെ കോപ്പി എടുത്തിട്ട് ആ സമയത്ത് മാർക്കറ്റിന് വേണ്ടി കുറച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പടത്തിന്റെ ഇതനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ചെയ്യാന്നുള്ളൊരു കണക്കൂട്ടൽ. ചേട്ടൻ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കണ്ടതായിരുന്നു, ചേട്ടൻ്റെ ഒരു ഉണ്ണി ഗണപതിയെ ലാലേട്ടനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ചേട്ടന്റെ വിവാഹം ക്ഷണിക്കാൻ. അത് അദ്ദേഹത്തിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് അതെന്ന് വെച്ചാൽ അതിന്റെ ഇപ്പൊ ഒരു കൃഷ്ണനെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇപ്പൊ ഒരു ഗണപതി ഉണ്ട്, പിന്നെ ഒരു കുട്ടിയെ അതിന് നോർമൽ രൂപമുണ്ട്. അതായത് പുള്ളിക്ക് ആരോ അയച്ചു കൊടുത്തൊരു ചിത്രമാണോ ഇവിടുന്ന് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ഒരു ചിത്രം കാണിച്ചിട്ട് പറഞ്ഞ് ഇതിനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ട്
കൊടുത്ത് പിന്നെ ഞാനത് ഗണപതിയെ സർപ്രൈസ് ആയിട്ട് കൊണ്ട് കൊടുത്തതാണ്. അത് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, വീട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കൃഷ്ണനെയും ചെയ്തിട്ടുണ്ട്, സെയിം സംഭവം തന്നെ. ചേട്ടാ ഇനിയിപ്പം സിനിമാ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു, ഇനി ലൈക് ഫാമിലി കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ടൊരു ആഗ്രഹം. സോ വൈഫ് എന്ത് ചെയ്യാണ്? വൈഫ് PG കഴിഞ്ഞിട്ട് ഹിസ്റ്ററി PG കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിൽക്കുന്നു. ഇപ്പം ചെറിയ ആക്ടിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇപ്പം ജോസ് ആലുക്കാസിൻ്റെ ആഡ്, ശ്രീകുമാർ മേനോൻ സാറിൻ്റെ അദ്ദേഹത്തിന് ആഡിൽ അഭിനയിച്ചു. പിന്നെ ഇപ്പോൾ അടുത്തൊരു ചെറിയ മൂവിക്കകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ചെറിയ അത്യാവശ്യം ആക്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അച്ഛൻ ഗോൾഡ് സ്മിത്ത് ആണ്, ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ ചേച്ചിയുണ്ട്, വയലിനിസ്റ്റ് ആണ്, പുള്ളിക്കാരി തിരുവനന്തപുരത്ത് സെറ്റിൽഡാണ്. അപ്പൊ ഗൈസ് എന്റെ ചെവി ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ ചേട്ടാ? റെഡി ആയിട്ടുണ്ട്, വേഗം ചെയ്തതാണ്. അതിനായിട്ടുള്ള ടൈം എടുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ സംഭവം ഡീറ്റെയിൽഡ് ചെയ്യാൻ പറ്റും. കറക്റ്റൊന്നും നോക്കിയിട്ടില്ല. ഇതാണ് മൂന്നാമത്തെ ചെവി. എന്റെ ചെവി ഇത്ര ചെറുതാണോ? സെയിം പ്രിന്റ്, സെയിം പ്രിന്റ് ആണ് സംഭവം. നമ്മള് സിനിമയിലെ ചെയ്യുമ്പോഴും ഇതിനകത്ത് ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പം രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഫിറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ടോൺ നോക്കും, ടോൺ നോക്കിയിട്ടൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പൊ ഗൈസ് ഇതാണ് ചേട്ടൻ എനിക്ക് ഉണ്ടാക്കി തന്ന എന്റെ ആർട്ടിഫിഷ്യൽ ചെവി. സെറ്റല്ലേ? അതെ, ഞങ്ങൾ ആ ഷെയ്ഡ് കൂടെ കറക്റ്റ് ആക്കിട്ട് എനിക്ക് തന്നെ കടാ. സെയിം സെയിം ബട്ട് ഡിഫറെന്റ്. കുറച്ചുകൂടെ ടൈം ഉണ്ടായാൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആക്കാമായിരുന്നു. എന്റെ കമ്മലങ്ങ് ഇഷ്ടപ്പെട്ടു ഓക്കെ ചേട്ടാ. അപ്പൊ താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കേ ഒരു സംഭവം, നമ്മളിവിടെ ചേട്ടന്റെ വർക്ക് ചെയ്യുന്ന സ്പേസ് ഒക്കെ ഒന്ന് കാണാൻ പോയപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഒരാളിങ്ങനെ നിൽക്കുന്നു, അതെന്തായിരുന്നു സംഭവം? അത് ഇനി വരാൻ പോകുന്ന, അതായത് നമുക്കിപ്പം ബ്രഹ്മയുഗത്തിലൊക്കെ ഒരു ഇതിനെ കണ്ടില്ലേ, ഒരു എന്താ പറഞ്ഞ ചാത്തനെ കണ്ടില്ലേ? അതുപോലെ തന്നെ ഇന്ത്യയിലെ ഫസ്റ്റ് സീ ഗോസ്റ്റ് ആണ്. അതായത് കടലിനടുത്തട്ടിൽ നിന്ന് വരുന്ന ഒരു പ്രേതമാണ്. അത് അത്യാവശ്യം ഹെവി വർക്കാണ്. ഞങ്ങളിങ്ങനെ വെയിറ്റിംഗ് ആണ്. അതിന് മേക്കപ്പ് പ്രദീപ് ബിദ്ര എന്ന് പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ്, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പം അദ്ദേഹം വഴി വന്ന വർക്കാണ് അത്. ഫുള്ള് ദേഹം മൊത്തം അഴുകിയിട്ട് കടലിനടിത്തട്ടിൽ നിന്ന് വരുന്നത്. ഞങ്ങളെല്ലാം വെയിറ്റിംഗ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഇവിടെ വരുമ്പോഴത്തേക്ക് ഡിസ്പ്ലേ കാണും ഒരു പക്ഷേ. അപ്പം നമുക്ക് അതിനെ കുറിച്ച് ഒരു സാധനം എടുക്കാം. ഓക്കെ, അപ്പം ഇത് ഇഷ്ടപ്പെട്ടല്ലോ? ഇഷ്ടപ്പെട്ടു. വിക്കി ഓക്കെ അല്ലേ? ആ ചേട്ടനാണ് ചേട്ടന്റെ കൂടെ ഇവിടെ. അവൻ എൻ്റെ കൂടെ, അതെ, അദ്ദേഹം വിക്കി ഗോമസ്. അവന് എൻ്റെ കൂടെ ഫൈൻ ആർട്സ് കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചതാണ്. പിന്നെ അദ്ദേഹം അധ്യാപകനായിരുന്നു. പിന്നെ അതെല്ലാം വിട്ടിട്ട് പിന്നെ സിനിമയിലോട്ട്, ഗവൺമെന്റ് അധ്യാപകനായിരുന്നു. പിന്നെ അത് വിട്ടിട്ട് അദ്ദേഹം ഇപ്പൊ എൻ്റെ കൂടെ ഫുൾ ടൈം സിനിമ വർക്ക് കാര്യങ്ങളായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇവിടെ. അടിപൊളി. അപ്പം വിക്കി ചേട്ടാ താങ്ക് യു. അപ്പം താങ്ക് യു സോ മച്ച് ചേട്ടാ. നല്ല രസമായിരുന്നു വർത്താനം പറഞ്ഞ്, കുറെ സിനിമാ വിശേഷങ്ങളും. പിന്നെന്താ എന്റെ തേർഡ് ഐ എന്നൊക്കെ പറയുന്ന പോലെ എന്റെ മൂന്നാമത്തെ ചെവി. നമുക്ക് ഒരു പ്രാവശ്യം വരുമ്പോഴേക്കും നമുക്ക് ഫേസിന്റെ ഒരു എനിക്ക് ലാലേട്ടന്റെ കൈ കാണാൻ പറ്റി, കൈരേഖ കാണാൻ പറ്റി. കൈ കണ്ടിട്ട് ഫേസ് ഉണ്ട്. താങ്ക് യു. ആ ഒരു ഗ്രേറ്റ്ഫുൾനെസ് ഞാൻ എന്തായാലും അറിയിക്കുകയാണ്, ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പം എന്തായാലും ഇനിയിപ്പോ ബാറോസ് വരുന്നു, ആടുജീവിതം തിയേറ്റേഴ്സിൽ നല്ല കലക്കരായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് ഇനി വരുന്ന ഫ്യൂച്ചറിൽ. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ സിനിമാ വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ ആർട്ടിസ്റ്റും പുതിയ സിനിമാ വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് കാണുന്നത് വരയ്ക്കും. ദിസ് ഇസ് മീ മീനാക്ഷി സുധീർ സൈനിങ് ഓഫ് ഫ്രം സെല്ലോയിഡ്. സീ യു.